ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിൽ പരാതി പിൻവലിക്കാൻ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയതായി ആരോപണം. പ്രത്യേക അന്വേഷണ സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥൻ മഞ്ജുനാഥ ഗൌഡക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മഞ്ജുനാഥ ഗൌഡ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സാക്ഷിയെ ഭീഷണിപ്പെടുത്തി വീഡിയോ ചിത്രീകരിച്ചതായാണ് പരാതി. ഇക്കാര്യം ഉന്നയിച്ച് SIT ഉന്നത ഉദ്യോഗസ്ഥർക്ക് സാക്ഷിയുടെ അഭിഭാഷകർ പരാതി നൽകി. അതേസമയം കൂട്ടക്കൊലപാതക കേസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വിലക്കിയ വിവാദ ഉത്തരവ് കർണാടക ഹൈക്കോടതി റദ്ദാക്കി. ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും ന്യൂസ് പോർട്ടലിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് ബെൽത്തങ്ങാടി സിവിൽ കോടതി പുറപ്പെടുവിച്ച ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. നിരവധി മൃതദേഹങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ സംസ്കരിച്ചെന്ന വെളിപ്പെടുത്തലിൽ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നടക്കുന്ന പരിശോധനയിൽ ഇന്ന് 5ാം ദിവസത്തിലേക്ക്. വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ പോയിന്റുകളിലാണ് പരിശോധന നടക്കുക. മണ്ണുമാന്ത്രി യന്ത്രം ഉൾപ്പെടെ എത്തിച്ചുള്ള പരിശോധനയിൽ വിവരങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോകരുതെന്ന് സംഘത്തിലുള്ളവർക്ക് കർശന നിർദ്ദേശമുണ്ട്. അതിനിടെ അന്വേഷണം തീരുന്നതുവരെ SIT തലവനെ മാറ്റില്ലെന്ന് സർക്കാർ അറിയിച്ചു. അന്വേഷണം തീരുന്നതുവരെ പ്രണബ് സംഘത്തെ നയിക്കും. ഡെപ്യൂട്ടേഷനെ പറ്റി കേന്ദ്രം അറിയിപ്പ് നൽകിയിട്ടില്ല. അറിയിപ്പ് ലഭിച്ചാലും തീരുമാനം സംസ്ഥാനത്തിന്റേതാണെന്നും കർണാടക ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചു. ധർമ്മസ്ഥലയിൽ 4ാം ദിവസത്തെ പരിശോധനയിൽ SIT ഉദ്യോഗസ്ഥന് ഒന്നും കണ്ടെത്താനായില്ല. അതീവ സുരക്ഷയിൽ 7-8 സ്പോട്ടുകളിലായാണ് ഇന്നലെ പരിശോധന നടന്നത്. അതിനിടെ ധർമ്മസ്ഥല വിഷയത്തിൽ ഏർപ്പെടുത്തിയിരുന്ന മാധ്യമ വിലക്ക് കർണാടക ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. എന്നാൽ ബുധൻ ഉച്ചയോടെ 6ാം നമ്പർ സ്പോട്ടിൽ നിന്ന് അസ്ഥികൂട ഭാഗങ്ങൾ കണ്ടെത്തി. ഇവ പൂർണ്ണമായും പുറത്തെടുക്കാൻ രാത്രി വരെ തിരച്ചിൽ നടന്നു. കണ്ടെത്തിയ 15 അസ്ഥികൂട ഭാഗങ്ങളിൽ 5 എണ്ണം പല്ല്, ഒരു താടിയെല്ല്, 2 തുടയെല്ല്, ബാക്കി പൊട്ടിയ നിലയിലുള്ള അസ്ഥിഭാഗങ്ങളുമാണ്. ഇവ ഒരാളുടേതാണോ അതോ പലരുടേതും ആണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാൻ വിശദ പരിശോധനയ്ക്കായി ബംഗളൂരുവിലെ FSL ലാബിലേക്ക് മാറ്റും. അതിനിടെ SIT തലവൻ പ്രണബ് മോഹന്തി ജില്ലയിൽ തന്നെ തുടരുന്നുണ്ട്.